മുതലുണ്ടാക്കി വെച്ചിട്ടില്ല ഈ ഒരു പേരന്റെ ഉള്ളില്. തുള്ളിച്ചാന്റെ വെള്ളം മാത്രം ഉണ്ടാക്കി വെച്ചിക്കോളൂ. നമുക്ക് ഈ മണിയറിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നീച്ച് പോരാറായിട്ടില്ല. ഒരു പള്ളയിൽ ഉണ്ടായിക്കണ വിചാരിച്ചിട്ട് ഇങ്ങനെ കെടുത്തം തന്നെ ഓൾക്ക് മാത്രം ഇവിടെ പള്ളയിൽ ഉണ്ടായിട്ടുള്ളൂ. ആ എവിടെടാ എന്റെ കെട്ടിയോള്? ഓള് നീച്ചിട്ടില്ല, ഓള് നേരെ വെളുക്കോളം ഉറങ്ങിയിട്ടില്ല. തന്നെ ഓള് നേരെ വെളുക്കോളം ഉറങ്ങിയിട്ടില്ലല്ലേ? ഇച്ചൊരു പൊൻകൊന്തം തന്നെ ആയല്ലടാ. ഇന്റെ പള്ള തന്നെ വന്ന് പറഞ്ഞല്ലോ. ഈ പെരന്റെ ഉള്ളത്തെ സകല പണികളും ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരൂല. എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചപ്പോ ഞാൻ വിചാരിച്ചു പണികൾ എടുക്കാൻ ഒരു പെണ്ണായല്ലോന്ന്. ഇപ്പത്തെ പള്ളയിലുണ്ടായിങ്ങാണ്ട് ഓൾക്ക് കെടുക്കണ്. ഇത്രയും കാലം ഇല്ലാത്തൊരു പള്ളയിലുണ്ടാവില്ല ഇപ്പൊ. ഓളൊന്നും പറയിപ്പിക്കണ്ട. ചെലവ് കൂടുതലാണ്. എന്താ എന്റെ വിചാരം? ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പൊ കുട്ടിയില്ലായിട്ട ഓട് മര്യാദക്ക് ഇവിടെ നീച്ച് വന്നിട്ടേ പണിയോട് എടുക്കാൻ പറയും. ഇന്നെ കൊണ്ട് വെച്ച് ഈ അടുക്കള കിടന്നിട്ട് ഇങ്ങനെ നരകിക്കാനി. ഞാൻ ഒരു ഭാഗത്ത് പോയി കിടക്കാൻ ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും. പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓതി ഓതി കൊടുക്കണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടി ഉണ്ടാവുന്ന സന്തോഷക്കാരൻ ഓനിക്ക്. എന്തിനാ ഇവൾക്കൊക്കെ ഇപ്പൊ കുട്ടിയൊക്കെ? എന്റെ മകന്റെ ജീവിതം ഇല്ലാതാവാൻ വേണ്ടിട്ട് നേരത്താണോ ഇതിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? അന്നെന്റെ കുടുംബങ്ങൾ പറഞ്ഞതാണ് ഈ പെണ്ണിനെ വേണ്ട വേണ്ടാന്ന്. ഒരു നാറും ഇല്ല, ഒന്നുമില്ല. എന്റെ കുട്ടിയുടെ 7 അയലത്ത് എത്തോള്. ഇപ്പൊ ഉണ്ടാവുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലോ അത് ഓളെപ്പോലെ തന്നെ കരിമുട്ടിയേക്കാരം. ചായയിൽ ഇങ്ങോട്ട് മധുരട്ട് ഇങ്ങോട്ട് കയ്പിച്ചിക്കണ്. ഓൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പള്ളയിലുള്ള പേരില് കുറച്ച് മധുരം മുണുങ്ങണം. അതിന് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇടും ചെയ്യും. ഇപ്പളെ കൊണ്ട് കേട്ടങ്ങറായി മനസ്സേ. അവനക്ക് നീക്കാനായിട്ട് നേരായിട്ടു എന്തൊക്കെ എനിക്ക് വെയ്യക്ക. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് തന്നെ ഇല്ലല്ലോ. നിങ്ങളത് കണ്ടല്ലേ വേദനായിട്ട് നീച്ചറക്കണത്. നല്ല ഉറക്കശീലുണ്ട് എനിക്ക്. ഞാൻ കുറച്ചേരം കൂടി ഒന്ന് കിടക്കട്ടെ. മതി കിടന്നത്. ഇമ്മ ഒറ്റക്കാണ് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. നീച്ച് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. എന്താ ഇക്കങ്ങൾ ഇങ്ങനെ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തോണ്ട് ഇമ്മാനോട് ചെയ്യണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ തന്നെയല്ലേ ഇതിന്റെ ഉള്ളത്തെ പണികൾ എടുക്കലൊക്കെ. ഇന്നൊരു ദിവസല്ലേ ഞാൻ പറഞ്ഞോൾക്ക് വെയ്യാന്നുള്ളത്. എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്ത? ഈ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇമ്മാനെ ഒറ്റയ്ക്ക് എങ്ങനെ ആയാലും പണിയെടുപ്പിക്കാൻ പറ്റൂല. ഇജ് വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട. അനക്ക് മാത്രല്ല ഈ ലോകത്ത് പള്ളയിൽ ഉണ്ടായിട്ടുള്ളത്. എന്താ ഇങ്ങനെ? 4-5 കൊല്ലത്തിന് ശേഷമല്ല എനിക്ക് പള്ളയിൽ ഉണ്ടാവണ തന്നെ. ഇവരെന്തെന്നെ മനസ്സിലാക്കാത്ത? എടുക്കായിട്ട് തല അടക്കം വേദനിക്കുന്നുണ്ട്. വെറുതെ ഒരു മരുന്ന് മനസ്സും കായ് കൊടുത്തിട്ട് കൊടുത്ത് അവൾക്ക് ഇതൊന്നും ഇറങ്ങൂല. കണ്ണി കണ്ടത് മാത്രമേ ഇറങ്ങുള്ളൂ. എന്താ ഈ ഒരു പരീക്ഷണത്തിന് കുഴപ്പം? കുറച്ച് കയ്പ് ഉണ്ട് എന്നല്ലേ ഉള്ളൂ. അങ്ങനൊക്കെ തന്നെയല്ലേ. ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ചാ? എന്തേ കഴിഞ്ഞിട്ട് ഇത്ര നേരം കിടന്നുറങ്ങിയില്ലേ? ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ട് തന്നെ ഇല്ലേ അമ്മ. വയറിന്റെ ഉള്ളിലൊക്കെ കൂടെ വേദന ആയിട്ട് നീറ്റടക്കന്നെയായിരുന്നു. അവിടെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതാ ഞാൻ അവിടെ കിടന്നത്. അനക്ക് മാത്രല്ല പള്ളയിൽ ഉണ്ടായിക്കണേ. ഈ ലോകത്തുള്ള എല്ലാവർക്കും പള്ളയിലൊക്കെ ഉണ്ടായിന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആദ്യമായിട്ടൊരു ഗർഭിണി ആയതാ അത്ര. പറയുന്നില്ലേ ഞാന്. മര്യാദക്ക് പോയിട്ടേ അടിച്ചൊരാളെ കൊണ്ട് അടിച്ചോരൂട്. 4 പുറം ചീഞ്ഞ് കെടുക്കാണ് ആ മഴയൊക്കെ പെയ്തിട്ട്. അനക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഒക്കെ വന്ന് കേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നാണക്കേടേ ഇക്കാണ്. ഞാൻ എന്നിട്ട് പള്ളിയിലുള്ള പെണ്ണിനെ കൊണ്ട് പണിയെടുപ്പിച്ചു നീക്കാരെ നാട്ടുകാരെ വർത്താനം. ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നോട്ട് അടിച്ചൊരു കയറടി പോയിട്ട് കിടന്നുറങ്ങാൻ നിക്കോളൂ.
ഒരു പള്ളയിലുള്ളോർത്തി അവളെ വിചാരം കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടാണ് പള്ളയിലുണ്ടാവുന്നത്. വെറും 4 കൊല്ലല്ലേ, അതിനാണ് ഇപ്പൊ ഇത്രയും വയറ് വീർപ്പിച്ച് നടക്കണതോളൂ. പറയണില്ല. വിഷ് അയർക്കുള്ളൊക്കെ വേദനിച്ചിട്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യ? ഇരിക്കട്ടെ. എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ വിചാരിച്ചിരുന്നു കുട്ടി ആയിക്കഴിഞ്ഞാലൊക്കെ എന്നോട് ഇഷ്ടം ഉണ്ടാവും. ഇത്രയും കാലം കുട്ടി ഇല്ലാത്തതിനേക്കാൾ എന്നോട് ദേഷ്യം എന്നാ ഞാൻ വിചാരിച്ചു. പള്ളയുണ്ടായപ്പോൾ അതേ അവസ്ഥ തന്നെ. നോക്കുന്നു പോലും ഇല്ല എന്നെ. പെരേക്ക് പോട്ടെന്ന് വെച്ചാൽ അതിന് സമ്മതിക്കൂല. ആ മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കണത്? ആ അമ്മ കഴിഞ്ഞ്. അന്ന് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവക്ക് ഒന്നുണ്ട് അടിച്ചൊരു തുടച്ചിട്ടാളാ. 2 ദിവസം അതിലപ്പോ തുടച്ചിട്ട് എനിക്ക് വെജ തുറക്കാനൊന്നും. അവൻ കൂടെ ചെയ്താളാ പോയിട്ട്. ആ ഞാൻ ചെയ്തോളാം. കൊറച്ചേരം ഒന്ന് ഇരിക്കട്ടെ വെച്ചിട്ടാ. ആ അല്ല, എന്നാ ഇപ്പൊ ചെക്കപ്പിന് പോണ്ട ദിവസം? മറ്റന്നാളാണ് പോണ്ട ദിവസം. ഞാൻ ഇക്കാനോട് പറഞ്ഞില്ലേ, അപ്പൊ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇനിയിപ്പൊ ചെക്കപ്പിന് പോണ്ടതല്ലേ. ഓന്റെ കജിലാണെന്നുണ്ടെങ്കിൽ 10 പൈസ ഇല്ല അറിഞ്ഞു ഇന്നോട്. അപ്പൊ എന്റെ ഉമ്മാനോട് എടുക്കാൻ പറയും ഇപ്രാവശ്യത്തെ പൈസ. ഇമ്മാന്റെ അടുത്ത് ഇടുന്ന പൈസ 3000 ഉറുപ്പ്യോളം വേണം. ഇപ്പത്തെ സ്കാനിങ്ങും മരുന്നും ഒക്കെ കൂടെ. 5ാം മാസല്ലേ, അപ്പൊ അതിന് നല്ല സ്കാനിങ് ഒക്കെ ഉണ്ടാവും പറഞ്ഞിരുന്നു ഡോക്ടർ. കുറച്ച് പൈസയും കൂടുതലാവുന്നു. കഴിഞ്ഞ മാസം ഉമ്മന്നല്ലേ കൊണ്ടുപോയത്, അപ്പോഴും 10,000-2000 ഉറുപ്പ്യ ചെലവഴിക്കണം. ഈ മാസൊക്കെ ഉമ്മാനോട് പറയാൻ പറ്റൂല. അങ്ങനൊക്കെ തന്നെയാണ്. മക്കൾക്ക് വിശേഷം ഉണ്ടാവുമ്പോഴേ തള്ളാരും നന്താരും ഒക്കെ കുറച്ച് ഇടങ്ങാറാവുകയൊക്കെ ചെയ്യും. ഇത് ഇവിടുത്തെ ആൾക്കാർ തന്നെ എല്ലോ നോക്കട്ടെ വിചാരിച്ചിരിക്കാനൊന്നും പറ്റൂല. പിന്നെ പറയും പോലെ ഫസ്റ്റത്തെ പ്രസവം കൂടിയാണ്. 2 കുട്ടികളും കൂടിയൊക്കെ നോക്കണ്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടേക്കണെന്ന് വിചാരിച്ചിട്ട് എന്താ പ്രാവശ്യം കൊണ്ടേക്കൂടെ? മോന്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്നോട്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ എന്തായാലും ഉണ്ടാവൂല. ഞാൻ ആ കുഞ്ഞുമൂന്റെ പെണ്ണ് പെറ്റെടുക്കുകയാണ്. അപ്പൊ ഓളെ അടുത്തേക്ക് പോവും ചെയ്യും. എന്തായാലും എന്റെ ഉമ്മന്നല്ല പൈസ എടുക്കണ്ട. അപ്പൊ ഉമ്മാനും കൂട്ടിങ്ങാണ്ടാണ് പോയിക്കോ. ഇമ്മ എങ്ങനെ വരാനാ? ഉമ്മാക്ക് നാളെ പണി ഉണ്ടല്ലോ. ഒരു ദിവസത്തെ പണി കൊണ്ട് പോയാല് പിന്നെ ആ പൈസ കിട്ടൂലല്ലോ. ഇപ്പൊ ഉമ്മാന്റെ ചെലവൊക്കെ നടന്നു പോണത് ആ ഒരു പണിമല്ലേ. ഇക്ക പറഞ്ഞു പോരണ്ടേന്ന്, ഇങ്ങളുണ്ടാവും പറഞ്ഞിന്ന്. ഞാനും വരമ്മ. ഞാനും അവളെ കുട്ടീനൊന്നും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ഇക്കും കാണണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് ഡോക്ടറെ കാണിച്ചങ്ങാണ്ട് നേരാണ്ട് പോവാ. നല്ല ആളെ ഞാൻ കൊണ്ടുവന്നത്. ഓൾക്കൊന്നും എന്നെ കണ്ണെടുത്താ പോലും കണ്ടൂടാ. ഇതുവരെ ആയിട്ട് ഒരു വിരുന്നിനെങ്കിലും നിങ്ങളെ വിളിച്ചിക്കണ. എന്തുകൊണ്ടാണ്? അന്ന കാരനാണ്. പിന്നെ ഞാൻ ഒന്നും പറയാതിരിക്കണെന്ന് നോക്കണ്ട. അന്റെ ഈ തടിയും അന്റെ ഈ കറുപ്പും വെച്ചുകൊണ്ട് ചോള പെരേക്കൊന്നും കേറി പോവല്ലേ. ഇക്കും കൂടി നാണക്കേടാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു പെണ്ണൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും കാലം പലരും കൂടി ഇല്ലാത്തൊരു പെണ്ണാണ്. ഇപ്പൊ അത് കേറി ചെന്ന ഓൽക്ക് എന്താ വിചാരിക്ക? ആ കുട്ടീനൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും കാണാനൊന്നും പാടില്ല. ഞാൻ പോയിക്കൊണ്ട് ഇത് എന്റെ അമ്മാനെ വിളിച്ചിങ്ങോട് പോയാ മതി. പക്ഷാണെങ്കിൽ ഇപ്പൊ 3000 ഉറുപ്പ്യോളം എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? ഈ സ്കാനിങ് ആണെങ്കിൽ ചെയ്യുന്ന വാണേനു. ഇവരിങ്ങനൊക്കെ കാട്ടിയിട്ട് എന്താ ചെയ്യാ? ഇക്കാനോട് എങ്ങനെങ്കിലും പറഞ്ഞിട്ട് പൈസ തരാൻ പറയണം. അമ്മ പോരുന്നില്ലെങ്കിൽ എന്റെ ഉമ്മാനായിട്ടാണ് പോവാ.
അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മുടെ മനസ്സമാധാനം പോയി. കടലേ അല്ല എന്താ ബജ്ജി കാട്ടണത് ഇരുന്നിട്ട്? അതുമ്മ കണ്ടപ്പോ എടുത്ത് തിന്നതാ. കണ്ടപ്പോ എടുത്ത് തിന്നതാ അനക്ക് ഇതൊക്കെ തിന്നാൻ പാടുണ്ടോ? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒന്നും എടുത്ത് തിന്നരുത് എന്നുള്ളത്. ആ കുട്ടിക്കാണ് കേട്. അതെങ്ങനെ കുട്ടിക്ക് എന്ത് കേടുണ്ടായപ്പോ എന്താ അണക്കില്ലേ? ചോറും ചാറും തിന്നാ മതി, ഇങ്ങനത്തെ ഒന്നും തിന്നേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതൊന്നും തിന്നണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നും ഈ ഒരു ഗുളികയും മരുന്നും മാത്രല്ലമ്മ ഞാൻ കുടിക്കണുള്ളൂ. നല്ല ഭക്ഷണമൊന്നും ഞാൻ കഴിക്കണില്ലല്ലോ. പിന്നെ ഇതൊക്കെ കുട്ടിക്ക് നല്ലതാന്നും പറഞ്ഞു കിട്ടീന്നു. അതാ പിന്നെ കണ്ടപ്പോ ഇതെടുത്ത് തിന്നത്. തന്നെ കടല തിന്നിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലേ? എന്നാ ഇക്ക് കുഴപ്പമുണ്ട്. ഇങ്ങനെ ഓരോന്ന് കണ്ണി കണ്ട ഇങ്ങനെ മുണുങ്ങിങ്ങാണ്ടിരുന്നോ? അത് ഇക്ക് തിന്നാൻ വേണ്ടിട്ട് ഇന്റെ ചക്കനെ കൊണ്ട് ഞാൻ കൊണ്ടിച്ചതാണ്, അല്ലാതെ അനക്ക് തിന്നാൻ വേണ്ടിട്ടല്ല. പക്ഷെ കണ്ട് നീക്കി വെക്കത്. ഇപ്പൊ ഇരുന്നിങ്ങനെ തിന്ന ഓള്, എന്നിട്ടിങ്ങനെ വീപ്പക്കുറ്റി ആവും ചെയ്തിക്കണ്. അല്ല നല്ലപോലെയുള്ള പ്രസവം ഒന്നും നടക്കൊന്നും വേണ്ടേ, ഇങ്ങനെ തിന്ന് കൂട്ടിയിട്ട് ഓപ്പറേഷൻ ആക്കാനാണ്. എന്നിട്ട് ഞാവും കൂടി എന്റെ മകന്റെ പേരിലാണ്ട് ഇടണം ആ പൈസയും കൂടി. അല്ലെങ്കിലോ എല്ലാ ചെലവും എന്റെ മകൻ തന്നെയാണ് നോക്കണത്. പിന്നെ ഇനിയിപ്പോ പ്രസവത്തിന് ഞാൻ എന്റെ പെരേക്ക് പോവല്ലേ, ഹോസ്പിറ്റലിലത്തെ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ പെരക്കാരനായിട്ട് കൊടുക്കേണ്ടി വരിക. ഞാൻ സമയത്ത് കണകുണ വർത്താനം പറയണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ അപ്പൊ. അല്ലമ്മ, ഞാൻ അവിടെ പോയി നിന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടുന്ന് ഇമ്മ രാവിലെ പണിക്ക് പോവൂലേ, അപ്പൊ ഞാൻ അവിടെ ഒറ്റ കേൾക്കാറില്ല. ഇവിടെയാണെന്നുണ്ടെങ്കില് ഇങ്ങളുണ്ടാവില്ല, ഇക്ക പണിക്ക് പോയാലും ഇവിടെ നിക്കല്ലേ നല്ലത്. പിന്നെ അവിടെ പ്രസവിച്ചെടുക്കാനൊന്നും സ്ഥലമില്ല, നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ നിക്കാന്ന് ഞാൻ വിചാരിച്ച്. ആസ്പത്രിച്ച് ചെലവൊക്കെ എന്റെ ഉമ്മ എടുക്കണ്, ഒക്കെ ഇക്കല്ലേ എടുക്കേണ്ടത്. ഇക്കാക്ക് കല്യാണം കഴിച്ചു കൊടുത്തപ്പോ എന്റെ ഉമ്മ അത്യാവശ്യം പണ്ടൊക്കെ തന്നിട്ടുള്ളതല്ലേ. ഇനി പ്രസവം കൂടി എന്റെ ഉമ്മ നോക്കാന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയണല്ലേ ഇപ്പൊ ഇല്ലാന്നുള്ളത്. പിന്നെ എന്തിനാ അമ്മ ഞങ്ങളങ്ങനെ വിട്ട് ബുദ്ധിമുട്ടിക്കണത്? അതൊക്കെ ഒരു നാട്ടു നടപ്പാണ്. ഇജെന്താ വിചാരിച്ചേ, പള്ളയിലുണ്ടായി ഇങ്ങോട്ട് നടന്ന മാപ്പിളന്റെ പെരക്കാർ അങ്ങനെ അത് നോക്കുന്നോ? എന്റെ പെരക്കാർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. മര്യാദക്ക് ഇന്നെ നാണം കെടുത്തണ്ട, ഞങ്ങളെ കുടുംബങ്ങളെ ഇടയിൽ വെറുതെ നാണം കെടാൻ നിക്കണ്ട. എന്റെ ഉമ്മാനെ ഞാൻ ഭാഷണാക്കി വിടുക ഹോസ്പിറ്റലിൽ ബില്ലെങ്ങാനും അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ. എന്റെ മകന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഇതായിട്ട് ഇങ്ങനെ നടക്കാന്. വേണമെന്നുണ്ടെങ്കിലേ മകളെ നല്ലപോലെ പ്രസവം നടക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മാനോട് തന്നെ ചെലവാക്കാൻ പറ. ഇപ്പൊ ഇല്ലാന്നുള്ളൊരു പേര്. അപ്പൊ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും ഇത് നടത്തുന്നില്ലല്ലോ. എന്റെ ഉമ്മാക്ക് എത്ര ഉറുപ്പ്യ കിട്ടുന്നുണ്ട്, 4-5 പെരയില് പണിക്കുണ്ട്. ആ പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ? വേറെ ഇത് ചെലവും ഇല്ലല്ലോ. ചെലവൊക്കെ ഈ പെരയില് പണിയെടുക്കുന്നോടത്തുനിന്ന് തന്നെയല്ലേ പോണത്. ഒരു വെച്ചുണ്ടാക്കാൻ ഒരു സാധനം വാങ്ങണില്ല, ഒന്നും വാങ്ങണില്ല. ഇത്രയും ദിവസമായിട്ട് എന്റെ ഉമ്മ എന്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ടൊന്നും ഇല്ലല്ലോ. അവർക്ക് എന്തെങ്കിലും കൊടുന്നേരേണ്ടി വരും വിചാരിച്ചിട്ട് ഇക്കാരം. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ നടക്കുള്ളൂ. എന്റെ ഉമ്മാക്ക് വേറെ വിളിച്ച് പറഞ്ഞാളാ അതൊക്കെ. പടച്ചോനെ, ഇതെല്ലാം കൂടി എന്റെ ഉമ്മാനെ കൊണ്ട് എങ്ങനെ എത്തുക? എല്ലേത് എന്റെ ഉമ്മന്റെ നോക്കണം എന്ന് പറഞ്ഞാല് കല്യാണത്തിന് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എറിഞ്ഞിട്ട് 10 പവന്റെ സ്വർണ്ണം എന്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് തന്നത്. അതൊന്നും ഇട്ട് കെട്ടാനുള്ള ഭാഗ്യം കൂടിക്ക് ഉണ്ടായില്ല. അതൊക്കെ ഒരു ലോക്കറിലാണ് എന്നിട്ട് വാങ്ങിച്ച്. ഒരു കമ്മല് പോലും ഇല്ല എന്റെ കാതില്.
ബാക്കി കൂടി എന്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കാന്. എന്താ ഇവിടെ തന്നെ ഇങ്ങനെ വന്നിരിക്കണ്? പണികളൊക്കെ കഴിഞ്ഞോ? പണികളൊക്കെ കഴിഞ്ഞിക്കണിക്ക. എന്നിട്ടാ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഇനി ഉമ്മാക്ക് പണികളൊന്നും എടുക്കണ്ട. ഞാൻ എന്തായാലും നന്നായി. എന്നാ വേഗം മാറ്റൂട് പെരേ ഉണ്ടാക്കി തരാം. പെരേക്ക് പോവേ? എന്തിനാ? 5 മാസായില്ലേ, ഇനിയിപ്പൊ അനക്ക് എന്റെ പെരേ പോയി നിന്നൂടെ? പിന്നെ ഹോസ്പിറ്റൽ ചെലവൊക്കെ എന്റെ പെരക്കാരനല്ലേ എടുക്കണത്. എന്ത് വർത്താനം ഇക്ക നിങ്ങൾ ഈ പറയണത്? ഇമ്മാക്ക് പറഞ്ഞ ഒന്നും മനസ്സിലാവായിട്ടാന്ന് പറഞ്ഞേക്കാം. ഇങ്ങക്കോ? നിങ്ങൾക്ക് എല്ലതും അറിഞ്ഞില്ല എന്റെ പെരേന്റെ ഉള്ളത്തെ അവസ്ഥകളൊക്കെ എല്ലതും അറിഞ്ഞിട്ടന്നല്ലേ നിങ്ങളെ കല്യാണം കഴിച്ചത്. പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത്? എന്റെ അമ്മ എവിടുന്ന് ഉണ്ടാക്കാൻ ഇത്രയും തോനെ പൈസ? അത് ഒന്നും രണ്ടും പൈസ പോരാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആദ്യത്തെ പ്രസവമൊക്കെ എന്റെ പെരക്കാര് നോക്കണം. അങ്ങനെ ഞങ്ങളവിടെ ഒക്കെ. നിങ്ങൾ നിങ്ങളെ ഉമ്മാന്റെ വർത്താനം കേട്ടിട്ടാണോ നിക്കണത് ഇക്ക? ഞാൻ വിചാരിച്ച 3-4 കൊല്ലായിട്ട് ഇല്ലാത്തതല്ലേ പള്ളേല്. നിങ്ങക്ക് എന്നോട് ഭയങ്കര ഇഷ്ടേക്കാരെന്ന. പക്ഷെ നിങ്ങക്ക് ആ ഇഷ്ടൊന്നുമില്ല. കുട്ടീനോടെങ്കിലും ഉണ്ട് നിങ്ങക്ക് ആ ഇഷ്ടം. എനിക്ക് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല, പക്ഷെ അമ്മ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ നിക്കൂല. എന്തായാലും എന്റെ അടുത്ത് പൈസ ഇല്ല. ഇത് എന്റെ പെരയെ നോക്ക്. നിങ്ങൾക്ക് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ പണ്ടെടുക്കാം. ഒരു 2 വാളം എന്തെങ്കിലും വിൽക്കേ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രസവവും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടക്കും. നമുക്കത് ചെയ്യാം. ഇനിയിപ്പൊ മറ്റന്നാ ഡോക്ടറെ കാണിക്കണം എന്നുണ്ടെങ്കിലും വേണ്ട പൈസ. അതിന് വേണ്ടിട്ട് 2 വളം എടുത്തിട്ട് വിൽക്കാം നമുക്ക്. ആരും അറിയൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ അമ്മാനോട് പറയുകയാണെങ്കിൽ എന്റെ അമ്മ മാത്രമല്ലേ അറിയുള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്യേക്കാം. പണ്ടെടുക്കലൊന്നും നടക്കൊന്നുമില്ല. അത് എടുക്കാൻ വേണ്ടിട്ടല്ലേ ലോക്കറിൽ കൊണ്ടുവച്ചതൊന്നും. അതൊന്നും ഇല്ലാതെയാണ് പ്രസവമൊക്കെ നടത്തേണ്ടത്. എന്റെ അമ്മാനോട് പറഞ്ഞാളാ ഒക്കെ നടക്കും. പിന്നെ എങ്ങനെയൊക്കെ ഇത്രയും പൈസ എന്റെ അമ്മ ഉണ്ടാക്കുക? ഇങ്ങനെ ഇടങ്ങറാക്കരുത് ഇനി എന്റെ അമ്മാനി. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, എന്റെ കാര്യങ്ങളൊക്കെ എന്റെ പെരക്കാരനെ നോക്കണം. ഞാൻ എന്തായാലും നോക്കൂല. എന്റെ അമ്മ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഞാൻ എന്താ നിൽക്കൂല. ചെയ്യ? ഉമ്മാക്ക് വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയാൽ എന്താ കാട്ടുണ്ടെന്നുള്ളത്. ആകെ ഇടങ്ങറായ അവസ്ഥയല്ല ഇപ്പൊ. അത് നാണം കേടും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു നടക്കും ഇവരമ്മ. ആ നാണം കേടും കൂടി എന്റെ അമ്മക്ക് സഹിക്കാൻ വയ്ക്കൂല. ഹലോ ഉമ്മ. സുഖാണ് ഉമ്മ, കൊഴപ്പൊന്നുമില്ല. എന്താ ഉമ്മാന്റെ പാട്? പനിയോ? ഡോക്ടറെ അടുത്ത് പോയില്ല നിങ്ങള്? നിങ്ങൾ ഇങ്ങനെ വെച്ചങ്ങാണ്ടിരിക്കല്ലേ ഉമ്മ. നിങ്ങൾ പോവാൻ നോക്കി. നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കില് എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുക? ഒന്ന് പോവി ഡോക്ടറെ അടുത്തേക്ക്. എന്നാലും ഒരു സമാധാനം ഇല്ലമ്മ. അത് ഇവിടുത്തെ ഇക്ക ഇന്നും പറയണത് ഡോക്ടറെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്നാ. ഓലെ അടുത്ത് പൈസ ഇല്ലാന്നാ പറയണത്. എന്താപ്പ ചെയ്യാ? മറ്റന്നാളാണെന്നുണ്ടെങ്കിൽ ചെക്കപ്പിന്റെ ദിവസമാണ്. അതിനുമ്പ് 1-2 ഉറുപ്പ്യ ഒന്നും പോരാ. 3000 ഉറുപ്പ്യ 3500 ഉറുപ്പ്യോളം വരുന്ന ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞിന്ന്. അത് കാരണം ഓലെ അടുത്ത് പൈസ ഇല്ലാന്ന് നോണ പറയണത്. ഇക്കാന്റെ അടുത്ത് പൈസ ഉള്ളതുമ്പോ ഞാൻ കണ്ടതാണ്. ഒരു ചെലവാക്കൂല. പിന്നെ അത് മാത്രല്ലമ്മ, പ്രസവത്തിന് നിങ്ങൾ നോക്കണം എന്നാ പറയണത്. ഹോസ്പിറ്റലത്തെ ചെലവും എല്ലതും. എന്തമ്മ ഞമ്മ കാട്ടഞ്ഞി? എന്നോട് പെരേക്ക് വരാനാ പറയണത്. നമ്മൾ ആകെ ഇടങ്ങറായല്ലോ. ഞാൻ അന്നേ പറഞ്ഞല്ലെങ്കിൽ എന്റെ പെരേക്കൊന്നും കല്യാണം വേണ്ടെന്നുള്ളത്. അപ്പൊ കുടുംബങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ടാണ് നടത്തി. അനുഭവിക്കാൻ ഞാൻ മാത്രമായി. ആരുമില്ല. പള്ളയിലുണ്ടായിട്ട് പോലും എന്നോടൊരു സ്നേഹം കാട്ടണില്ല. ഒന്നും തിന്നാനും കൂടി തരുന്നില്ല. എങ്ങനെ ഉമ്മക്ക് ഇന്നും കുട്ടീനെയും കൂടി നോക്കാൻ പറ്റും?
എത്രയും സഹിച്ചിട്ട് ഇവിടെ നിക്കാന്നല്ലാതെ. ഞാൻ നോക്കട്ടെ അമ്മ, ഒന്നും കൂടുതൽ വലിയിട്ട് കാട്ടണമെന്നുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി വരും. പിന്നെ ഞാൻ എങ്ങനെങ്കിലും ഒക്കെ നോക്കിക്കൊണ്ട് കുട്ടീനെ. എന്റെ അമ്മ ഒറ്റക്കാവൂലല്ലോ. ഇതിന്റെ ഉമ്മാനെ ഒന്ന് കാണാൻ പോലും പറ്റണില്ല, എനിക്ക് ഒന്നും ചെയ്യാനും പറ്റണില്ല. ആയിക്കോട്ടെന്നാ, ശരി. ഇത് പുറത്ത് വെച്ചിട്ട് ആകെ കേടെത്തി കളഞ്ഞ. ഫ്രിഡ്ജിൽ കണ്ട് വെച്ചാ പോരെ ഓൾക്ക്. ഇത് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ആകെ ഒരു ലേശം കടയിൽ നിന്ന് വാങ്ങണതാണ്. ഈ ഒരു വില ഇല്ല. ഇതിപ്പോ എന്താ ഹോർലിക്സും കുപ്പിയൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണു. ആ പുതിയതാണ്, അത് പൊട്ടിക്കും ചെയ്തിക്കണ. ഓള് കുടിച്ചേക്കാരല്ല, അപ്പൊ വേറെ ആരപ്പത് കുടിക്കാനുള്ളത്? നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ആ എന്തേ? ആകെ നമ്മളെ ഇടങ്ങറാവണ ലക്ഷണാ കാണുന്നത്. ഓളോളെ പണ്ടം ചോദിക്കണുണ്ട് ഹോസ്പിറ്റൽ കേസിനൊക്കെ വിൽക്കാന് വേണ്ടിട്ട്. തന്നെ? ഇനിയിപ്പോ എന്താ നമ്മള് കാട്ടുക? ഇനിയിപ്പോ ഓളെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഓളെ മേത്ത് ആ സ്വർണ്ണൊക്കെ കാണണ്ടേ? അതിനെന്തെങ്കിലും മാർഗം കണ്ടിക്കണ ജി? അതേപോലത്തെ ഗ്യാരണ്ടി പണ്ടുണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ട്. ഞാൻ ഓളോട് പറഞ്ഞീന്ന് ഓളെ പെരക്കാരെ കൊണ്ട് ചെലവാക്കിപ്പിക്കാന്. ഹോസ്പിറ്റലത്തെ പൈസ ഒക്കെ ഞാൻ അങ്ങനെ പോവാൻ വിചാരിച്ചത്. ഇതിപ്പോ ഒക്കെ എടുത്ത് വിറ്റിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തിക്കണെന്ന് അറിയുമ്പോ ഇവിടെ എന്തൊക്കെ ഭൂകമ്പാണ് അവ ഉണ്ടാവാൻ പോണത്. ഇപ്പൊ ഇങ്ങനെ മുണ്ടാ നിക്കണ മുണ്ടാപ്പൂച്ചയൊന്നും നോക്കണ്ട. 10 പവന്റെ പണ്ടാണ് ഇച്ചെടുത്ത് നാസാക്കിക്കണത് ഓരോ കാര്യത്തിനും വേണ്ടി കൊണ്ടേറ്റ്. ഇതൊന്നും ഞാൻ ഓളോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഓള് അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്? ശരി, എന്റെ പണ്ടൊക്കെ വിറ്റ് തൊലച്ചിക്കണില്ല അമ്മയും മകനും കൂടി. പിന്നെ ഓള് എന്നോടൊന്നും മുണ്ടൂല. പിന്നെ ഓളെ അമ്മയാണെന്നുണ്ടെങ്കിൽ പച്ചപ്പാവും ഒരു ചെറ്റ കുടിയിലുമാണ്. അത് കാരണം പുടിച്ച് നിക്കാണ് ഞാൻ ഓളെ ഇടയില്. എന്ത് കാട്ടുന്നത്? നീ ഒന്നും കാട്ടല്ലേ. ഓളെ ഓളെ പെരേക്കാൾ പറഞ്ഞയച്ചാളാ. ഞാൻ അവിടെ പോയി നിന്നോളും. പണ്ടെടുത്തിട്ടുള്ള കളിയൊന്നും വേണ്ടാന്ന് പറഞ്ഞാളാ. അത് ഞാനും പറഞ്ഞോണ്ട് ഓളോട്. പറഞ്ഞോണ്ട് തന്നെ നല്ലത്. പിന്നെ ഇനി കുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെലവ് കൂടുതലാണ്. ഓളോടെ നിന്നോട്ടെ. ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ നിന്ന് പോവാന്നല്ലാതെ അനക്ക് ഇനി കുട്ടീനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കാണുക. അതേപോലെ ഞാനും പോയി കണ്ടോണ്ട് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മക്ക് തന്നെയാണ് ചെലവ് കൂടുതല്. ഞാൻ പറഞ്ഞത് ഓൾ കേക്കണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുള്ളൂ. അതന്നെ പറഞ്ഞത്. ഇനിയിപ്പോ എന്തായാലും ഓളെ വേഗം കൊണ്ടാക്കാൻ നോക്കൂട്. ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലാകാലം ഞാൻ ഇവിടെ ഞാൻ നരകിച്ച് നിൽക്കേണ്ടി വരും. ഒരു കുട്ടി അതെ, ഞാൻ എന്റെ പെരേക്ക് പോവാണ്. അതെന്തായാലും നന്നായി. ഇനി പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. അതിന് ആര് വരുന്ന പ്രസവം കഴിഞ്ഞിട്ട്? ഞാൻ ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. ഇങ്ങോട്ട് വരൂലെന്നോ? പിന്നെ ചെങ്ങണ്ടാടി പോവുക. ഞാൻ എവിടേക്ക് പോയാലും ഇങ്ങക്ക് എന്താണ്? നിങ്ങളെ കാലിന്റെ ഇനി വരും നിങ്ങൾ വിചാരിക്കണ്ട. പിന്നെ ഇന്നും മകനും കൂടി ഈ നേരം വരെ പറഞ്ഞിന്നൊക്കെ ഞാൻ കേട്ടിക്കണു. എന്റെ അമ്മ അത്രയും അധ്വാനിച്ചിട്ട് എനിക്ക് തന്ന മുതല 10 പവൻ ഉണ്ടായിരുന്നു. ഒരു കമ്മൽ പോലും എനിക്ക് ഇട്ട് കെട്ടങ്ങൾ ആരും തന്നിട്ടില്ല. 2 കൂടി കൊണ്ടുപോയി വിറ്റ് തിന്നില്ലേ? നോക്കിക്കോ, ഇത് നിങ്ങൾ 2 അനുഭവിക്കൂ. എന്നോടും ഈ കുട്ടിനോടും ചെയ്യണേനുള്ളത് പറിച്ചോ നിങ്ങൾക്ക് തരും. എന്ത് തന്തങ്ങളൊക്കെ! 4 കൊല്ലത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടാവുക സ്വന്തം ചോരയിൽ. അതിനെ സ്നേഹിക്കാതെ നമുക്കൊരു മനുഷ്യനാ? സ്വന്തം അമ്മന്റെ വാക്ക് മാത്രം കേട്ട് നിൽക്കണൊരു
ആള് എനിക്ക് നിങ്ങളെ കൂടെ ഇനി ജീവിക്കാൻ താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇന്റെ ഈ കുട്ടിയുടെ പേരും പറഞ്ഞങ്ങാണ്ട് എങ്ങാനും ഇന്റെ പെരന്റെ പടി നിങ്ങൾ രണ്ടാളും ചവിട്ടിയിട്ടുണ്ടെങ്കിലേ അപ്പൊ ഞാൻ പറഞ്ഞുതരണ്ട്. ഇന്റെ ഇമ്മ എനിക്ക് തന്ന എല്ലാ മുതലും എനിക്ക് തരേണ്ടി വരുമോ ഈ വാക്കുള്ള ദിവസം. തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ രണ്ടിനും ഞാൻ കോടതി കയറ്റും. ഇത്രയും നാള് സഹിച്ചു പിടിച്ച് നിന്നീന്ന പോലെ അല്ല ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. എനിക്ക് പോവാതെ ഒരു സ്ഥലമുണ്ട്, എന്റെ ഉമ്മ ഉണ്ട്. ഞാൻ എങ്ങനെങ്കിലും പണിക്ക് പോയിട്ടെങ്കിൽ എന്റെ കുട്ടീനെ ഞാൻ നോക്കിക്കൊണ്ട്. ഇതിങ്ങനെ നാളും മാനില്ലാതെ വാപ്പാനൊന്നും വാണ്ട എന്റെ കുട്ടിക്ക്. വാക്കിന് സ്ഥിരത ഇല്ലാത്തൊരു വാപ്പ, ആ ഒരു പേര് എന്റെ കുട്ടിക്ക് വാണ്ട. നിങ്ങളോടുകൂടിയാ പറയണത്. നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മാതിരി കാട്ടില് കാട്ടോ? ഇല്ലല്ലോ. നിങ്ങൾ അനുഭവിക്കൂ. ഞാൻ പോവും എന്റെ പേരേക്ക്. ഇനി എന്താ നമ്മള് കാട്ടുക? ഓളെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് രണ്ടാളും കൊടുക്കും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ പണ്ടം മൊത്തം എടുത്ത് ഞാൻ ചെലവാക്കിയത്. ഇനി എന്ത് ചെയ്യാനാ? ഇപ്പൊ ഞാൻ കാരനായില്ലേ? ഇജ്ജ് അവിടെ ആൾക്കാരെയൊക്കെ ഓരോ തോന്നിവാസത്തിന് പൈസ കടം വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഓളെ പണ്ടെടുത്താണ് വിറ്റാളാന്ന്. അത് അനക്ക് കിട്ടിയ മുതലല്ലേ? ഓളിപ്പോ ഇങ്ങനെ കാട്ടുന്ന ആരെയും കണ്ടോ? പിന്നെ കൊറേയൊക്കെ നമ്മള് രണ്ടാളെ എടുത്തുണ്ട്. ഒരു കുട്ടിയായി ആവുമ്പോ ഓളിട്ടിട്ട് ഇറങ്ങറാക്കിയ പിന്നെ ഓള് പറയാതിരിക്കുവോ? ഇതാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഓള് ഒളിഞ്ഞു വെക്കും ചെയ്തിക്കണം. ഇനി എന്തൊക്കെ ഉണ്ടാവാൻ പോണാണ്. അവയ്ക്ക് വെച്ച ജയിലിലൊന്നും പോയി കെടുക്കാന് ഒറ്റെടുത്ത കാരനാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. എന്തെങ്കിലും കോട്ടിച്ച് ഓളോട് കൊണ്ടാക്കി കളോളെ പേരയില്. വേണ്ട നമുക്ക് ഇങ്ങനത്തെ ഒന്ന്. ഉമ്മാന്റെ കുട്ടിക്ക് നല്ല ഒന്നിനെ കിട്ടും, രണ്ടാമത് കല്യാണം കേൾക്കാം. അപ്പൊ ഓൾ ആ 10 പവനോട് കൊടുക്കും ചെയ്യാം. നല്ല സ്ത്രീധനം ആവും ചെയ്യാം. ഇപ്പത്തെ കാലത്ത് നല്ല സ്ത്രീധനം കിട്ടും ചെയ്യും. ആ, അതാ നല്ലത്. അതല്ലാതെ ഇപ്പൊ വേറൊരു മാർഗവും ഇല്ല. എന്റെ പഠിച്ചോനെ എന്തൊക്കെ വരാൻ പോണാണാവും നമ്മള് കാരണം.